ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് സ്വാഗതം. ബീറ്റ് ഫോറസ്റ്റ് എക്സാമിൻ്റെ PYQ ക്വസ്റ്റ്യനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിൽ സ്വാഭാവികമായി കാണപ്പെടാത്തൊരു വൃക്ഷ ഇനമാണ് രക്തചന്ദനം. ഏതാണ് രക്തചന്ദനം? വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണം പൗരൻ്റെ അടിസ്ഥാന കടമയാണെന്ന് വ്യക്തമാക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? 51A G ആണ് കേട്ടോ. അധിനിവേശ സസ്യം അല്ലെങ്കിൽ ജന്തു വിഭാഗത്തിൽ പെടാത്തത് ഏത് എന്ന് ചോദിച്ചാൽ കാട്ടുപന്നിയാണ്. ഏതാണ്? കാട്ടുപന്നിയാണ്. അന്താരാഷ്ട്ര കടുവാ ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ജൂലൈ 29. പാലങ്ങൾ, റെയിൽവേ സ്ലീപ്പറുകൾ മുതലായവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏത് വൃക്ഷത്തിൻ്റെ തടിയാണ്? ഏതാണ്? കമ്പകം. ഏതാണ്? കമ്പകമാണ്. പശ്ചിമഘട്ടം ഒരു ഡാഷ് ആണ് എന്ന് പറയുന്നതാണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെൻറ്റർ കേട്ടോ. വംശനാശം സംഭവിച്ചതായിട്ട് ഒരു നൂറ്റാണ്ടിലേറെ കരുതപ്പെടുകയും പിൽക്കാലത്ത് ഇവ കേരളത്തിലെ വനമേഖലകളിൽ ഉള്ളതായി കണ്ടെത്തിയ ഒരു പക്ഷി ഇനമാണ്. ഏതാണ്? മാക്കാച്ചിക്കാട. ഏതാണ്? മാക്കാച്ചിക്കാടയാണ് കേട്ടോ. സിറ്റീസ് അപ്പൻഡിക്സസ് 1, 2, 3 എന്നിവയിൽ ഉൾപ്പെട്ട വിദേശ ഇനം ജീവികളെ ഡാഷ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് സ്വകാര്യ വ്യക്തികൾക്ക് വളർത്താൻ അനുവാദമുണ്ട്. ഏതാണത്? പരിവേഷ്. അത് സൈറ്റാണ്, പരിവേഷാണ് കേട്ടോ. പശ്ചിമഘട്ടത്തിലെ പ്രാദേശിക ഇനം അല്ലാത്തത് ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, തവിടൻ വെരുക. ഏതാണ്? തവിടൻ വെരുകാണ്. ചാമ്പൽ മലയണ്ണൻ സ്വാഭാവികമായി കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാറാണ് കേട്ടോ. ഇടുക്കി ജില്ലയിൽ ചിന്നാർ വന്യജീവി സങ്കേതമാണ്. പാമ്പുകളുടെ സംരക്ഷണാർത്ഥമുള്ള കേരള വനംവകുപ്പിൻ്റെ മൊബൈൽ ആപ്പ് ഏതാണ്? സർപ്പയാണ്. ഏതാണ്? സർപ്പയാണ്. ദേശീയോദ്യാനമല്ലാത്ത സംരക്ഷിത പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ശെന്തുരണിയാണ്. ഏതാണ്? ശെന്തുരണി. IUCNൻ്റെ റെഡ് ലിസ്റ്റിൽപ്പെട്ട വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നോട്ട് ത്രട്ടനഡ്. ഏതാണ്? നോട്ട് ത്രട്ടനഡാണ്. വന്യജീവി സംരക്ഷണ നിയമം 1972ൻ്റെ വിവിധ ഷെഡ്യൂളുകളിൽ ഉൾപ്പെടുത്തി സംരക്ഷണം ഉറപ്പാക്കിയിട്ടുള്ള ജീവികളാണ് രാജ്യത്തെ ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാ പാമ്പുകളും. ഏതാണ്? എല്ലാ പാമ്പുകളും എന്ന് പറയുന്നുണ്ട്. പിന്നെ NTCA എന്നാൽ എന്താണ്? ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി. എന്താണ്? ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി. വന്യജീവി സംരക്ഷണ നിയമം 1972 വേട്ടയെ നിർവചിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 2-16. നോട്ടിഫൈഡ് സാങ്ച്വറി അല്ലാത്തത് കുമരകം പക്ഷി സങ്കേതം. റിസർവ് വനങ്ങളുടെ അന്തിമ വിജ്ഞാപനം കേരള വന നിയമം 1961 സെക്ഷൻ ഡാഷ് പ്രകാരം ചെയ്യുന്നു. ഏതാണ്? സെക്ഷൻ 19. വ്യാജ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുന്നത് വിവര സാങ്കേതിക വിദ്യാ നിയമം 2000 ഏത് വകുപ്പ് പ്രകാരമാണ് ശിക്ഷാർഹമാവുന്നത്? ഏത് വകുപ്പ് പ്രകാരമാണ് ശിക്ഷാർഹമാവുന്നത് വെച്ചാൽ വകുപ്പ് 66D ആണ്. വിവര സാങ്കേതിക വിദ്യാ നിയമം 2000 അനുസരിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് കിട്ടാവുന്ന ശിക്ഷ തടവ് ശിക്ഷയാണ് ഉദ്ദേശിക്കുന്നത്. 5 വർഷമാണ്. എത്രയാണ്? 5 വർഷം.